നമസ്കാരം, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ന്യൂസ് മലയാളം 24/7ലേക്ക് ഉദയം മലയാളം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ. ലക്ഷ്യം രണ്ടാം തവണയും വിജയിച്ച വോട്ടർമാർക്ക് നന്ദി പറയുക. മലപ്പുറം എടവണ്ണയിലെയും കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലെയും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. എറണാകുളത്തെ തോൽവിക്ക് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം. സർക്കാരിനെതിരെയുള്ള വികാരമാണ് വോട്ടിംഗിൽ പ്രതിഫലിച്ചതെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കനത്ത തോൽവിക്ക് കാരണമായെന്നും ജില്ലാ കമ്മിറ്റി. ഇടത് വോട്ടുകളിൽ ഒരു ഭാഗം BJPക്ക് കിട്ടിയെന്നും കമ്മിറ്റി. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിലുള്ള ചർച്ചകൾ ഇന്നും തുടരും. പങ്കെടുക്കുക സംസ്ഥാനത്തെ ബാർ ഡിസ്റ്റിലറി ഉടമകൾ. കള്ളുഷാപ്പ് ലൈസൻസുകളുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി. ബാർ കോഡ് വിവാദത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം കടുപ്പിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. ജമ്മുകശ്മീരിലെ കത്വയിൽ വീണ്ടും ഭീകരാക്രമണം. സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു ഭീകരരെ വധിച്ചു. 2 പ്രദേശവാസികൾക്കും പരിക്ക്. റിസയിലെ ഭീകരാക്രമണം പ്രതിയെന്ന് സംശയിക്കുന്ന ഭീകരന്റെ രേഖാചിത്രം പുറത്തുവിട്ട് പോലീസ്. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം. രേഖാചിത്രം തയ്യാറാക്കിയത് ദൃക്സാക്ഷി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പുതിയ കരസേനാ മേധാവി. പുതിയ നിയമനം നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ സ്ഥാനമേൽക്കുക ഈ മാസം 30-ന്. മൂന്നാം മോദി സർക്കാരിൽ VIP സുരക്ഷാ ചുമതലയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. Z+ കാറ്റഗറി സുരക്ഷാ ചുമതല സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് വിഭാഗത്തെ ഏൽപ്പിച്ചേക്കും. VIP സുരക്ഷാ ജോലികളിൽ നിന്നും NSGയുടെ ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോകളെ പൂർണ്ണമായും പിൻവലിക്കും. സമൂഹ മാധ്യമങ്ങളിൽ പേരിനൊപ്പം മോദി കാ പരിവാർ എന്ന് ചേർത്ത ഹാഷ്ടാഗ് മാറ്റാൻ നിർദ്ദേശം. BJP നേതാക്കളോടും പ്രവർത്തകരോടും നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സിലൂടെയുള്ള ആഹ്വാനം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ കുടുംബാധിപത്യമാണെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് പിന്നാലെ. റഷ്യ യുക്രൈനിൽ സംഘർഷത്തിൽ 2 ഇന്ത്യക്കാർ കൂടി കൊല്ലപ്പെട്ടത് റഷ്യൻ സേനയ്ക്കൊപ്പം പ്രവർത്തിച്ചവർ. സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ നിയമിക്കുന്നത് റഷ്യ ഉടൻ നിർത്തണമെന്ന് ഇന്ത്യ. റഷ്യയിലേക്കുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. കെ മുരളീധരൻ പാലക്കാട് മത്സരിക്കുന്നത് തള്ളാനാകില്ല എന്ന VK ശ്രീകണ്ഠൻ MP. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ്. തൃശൂരിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവെന്നും VK ശ്രീകണ്ഠൻ. കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കി BJP പ്രവർത്തകർ. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത് വൻ ജനാവലി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന് സമഗ്രമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുങ്ങി. ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ഉദ്ഘാടനം നാളെ. പ്ലാറ്റ്ഫോം ലോകമെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ ഡേറ്റാബേസ് രൂപീകരണത്തിനും നയരൂപീകരണത്തിനും.
ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. KV സിംഗ്ദിയോ, പ്രവതി പരീദ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. ചരൺ മാഞ്ചിക്ക് നറുക്കു വീണത് ധർമ്മേന്ദ്ര പ്രധാനും ജുവൽ ഓമറും കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ. നോയിഡയിൽ രണ്ടിടത്ത് തീപിടിച്ചത് പെട്രോൾ പമ്പിനും TVS ഷോറൂമിനും. അപകടം നോയിഡ സെക്ടർ 37 ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. ഉത്തരാഖണ്ഡിൽ സർക്കാർ സ്കൂളിൽ തീപിടുത്തം. സ്കൂൾ കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിന് കാരണം കാട്ടുതീ സ്കൂളിലേക്ക് പടർന്നത്. ആർക്കും പരിക്കുകളില്ല. പത്മശ്രീ ജേതാവും ലോക പ്രശസ്ത സരോദ് വിദ്വാനുമായ രാജീവ് താരാനാഥ് അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. മരണത്തിൽ അനുശോചിച്ച് കർണാടക മുഖ്യമന്ത്രി. പ്രതിരോധ മേഖലയിൽ അമേരിക്കൻ കമ്പനിയുമായി കൈകോർത്ത് അദാനി ഗ്രൂപ്പ്. അദാനി ഡിഫൻസും എഡ്ജ് ഗ്രൂപ്പും സഹകരണ കരാറിൽ ഒപ്പുവച്ചു. ആയുധ നിർമ്മാണത്തിലും വ്യോമ പ്രതിരോധ പദ്ധതികളിലും സഹകരണം ഉറപ്പാക്കാൻ തീരുമാനം. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ US-നെ നേരിടും. മത്സരം രാത്രി 8-ന് നെസാവോ കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. ഗ്രൂപ്പ് എയിൽ നിന്നും ആദ്യം സൂപ്പർ 8-ലേക്ക് എത്തുക ഇന്ന് ജയിക്കുന്ന ടീം. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാന് ജയം. കാനഡയ്ക്കെതിരായ ജയം 7 വിക്കറ്റിന്. 107 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാന്റെ ജയം 17.3 ഓവറിൽ. യൂറോ കപ്പിൽ പോളണ്ടിന് തിരിച്ചടി. പോളിഷ് ക്യാപ്റ്റൻ റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് ടൂർണമെന്റിലെ ആദ്യ മത്സരം നഷ്ടമാകും. തിരിച്ചടിയായത് തുർക്കിയുമായി നടന്ന സന്നാഹ മത്സരത്തിനിടയിലുണ്ടായ പരിക്ക്. നെതർലൻഡ്സുമായുള്ള ആദ്യ മത്സരം ഞായറാഴ്ച.